ഞാനിങ്ങനെ സോ എന്ത് പറയല ഇന്നൊരു മിനി വ്ലോഗ് ഉണ്ടാക്കിയാലോ ബാങ്കിനെല്ലാം പോവാൻ പർദ്ദ ഇട്ടിട്ടുള്ളത് കേട്ടാ ഡ്രസ്സ് ഇടാൻ മാറ്റാൻ ബെനായി ഗൈസ് എന്ത് ബെനെന്നറിയോ അതുകൊണ്ട് കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പർദ്ദ ഇട്ടിട്ട് പോകാനായി അപ്പോഴത്തേക്ക് ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ മെയിൻ ഒരു പ്രൂഫ് ചോദിക്കും കേട്ടോ ഞാൻ ഈ വരെ വാലറ്റ് ഉണ്ടല്ലോ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് എനിക്ക് അടിപൊളി യൂസ് കേട്ടോ സോ ഇതിലുള്ളത് അയ്യാൻ്റെയും ഇക്കാൻ്റെ ഒരു ഫോട്ടോസും പിന്നെ ബാക്കിയെല്ലാം ഒരു പ്രൂഫ് കേട്ടോ മുമ്പ് ഒരു ബാഗിലായിരിക്കും എൻ്റെ ആധാർ കാർഡും ID പാൻ കാർഡ് ലൈസൻസ് ഓരോ തപ്പൽ തന്നെ ആയിരിക്കും കേട്ടോ എനിക്ക് പണി ഇത് ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ എൻ്റെത് 8 മാസം ഉണ്ടാകുമ്പോൾ പാസ്പോർട്ടിന് എടുത്തിട്ടുള്ള ഫോട്ടോ കേട്ടോ പിന്നെ ഒരു ഇക്കാൻ്റെ ഒരു അവിടെ ഉണ്ടായിനി ആ ഒരു ഫോട്ടോസും ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ബാക്കി എല്ലാ പ്രൂഫ് ഉള്ളതിട്ട് ഇത്ര പ്രൂഫ് ഒന്നിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10-15 പ്രൂഫ് അതിൽ ഒന്നിച്ചിട്ട് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് നേരെ അറിയില്ല പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതാ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് എന്ത് രസം എന്നറിയോ പശുവിനെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലത് അത് പാലെടുക്കാൻ തോന്നുന്നു സോ ഇതാ ഇപ്പുറം സൈഡ് നോക്കുമ്പോൾ ഫുൾ ആമ്പൽ പൂവായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പുറം സൈഡെല്ലാം ഫ്രണ്ട് ആ സൈഡെല്ലാം പിന്നെ ഈ സൈഡ് ഇതാ നേരെ വീഡിയോസിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഒരു പുലി മുട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന് സോ അത് നെക്സ്റ്റ് വ്ളോഗിൽ വരും കേട്ടോ എനിക്ക് ഒട്ടും കഴിയാത്തത് കൊണ്ട് കണ്ണൂർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ടുണ്ടായിന് സോ അപ്പോൾ വാങ്ങിയിട്ടുള്ള പുള്ളി മുട്ടായി ഇട്ടാ ഇതാ എന്താ പറയുക എല്ലാവർക്കും ഹായ് തരുന്നുണ്ടായാലും കണ്ട ഇപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗ് ഇട്ടിട്ട് നടക്കല് മുമ്പ് ഞാൻ ഈ ബാഗേ കൊണ്ടുപോകുന്നുണ്ടായിട്ടാ ഇപ്പം പിന്നെ ബാഗ് എടുക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അയ്യൻ എന്താക്കുന്നത് വെച്ചെങ്കിൽ എൻ്റെ ബാഗെല്ലാം ഓനെ ഇട്ടിട്ട് ഇതാക്കുന്നത് കേട്ടാ ഇങ്ങനത്തെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തെന്നറിയില്ല ഇപ്പോഴിതാ എൻ്റെ ചെക്കന് വന്ന് ഗായ്സ് എല്ലാവരോടും പറയുന്നില്ല ഇത് ഹായ് ഗായ്സ് ഞാൻ പോവലായി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് വരെ ഉള്ളത് കേട്ടോ പിന്നെ എൻ്റെ ഒക്കെ പോകും ഗൈസ് ആ ബേജാറിലാണ് ഇങ്ങനെ പോകുന്നില്ലത് പിന്നെ ഇൻഷാല്ല ശരിയായിരിക്കും അന്വേഷിച്ചിട്ട് ജീവിക്കാനേ ഉണ്ടാവും പിന്നെ എന്തൊക്കെയല്ലേ എന്താ പറയുക ഞാനിങ്ങനെ കുറച്ച് ഞാൻ ഓക്കെ ആക്കും പിന്നെ ഞാനിങ്ങനെ അല്ല ഇക്ക പോലായിക്കനോട് ഇങ്ങനെ പോലായിക്ക നിങ്ങൾ പോണോ എന്നുള്ള ചോദിക്കും പിന്നെ ഞാൻ എന്നെ പറയും ഇക്ക വേഗം പോയിക്കോ എന്നുള്ള ഞാൻ തന്നെ പറയും ഞാൻ തന്നെ പറയുന്നത് കൊണ്ട് ഇക്കും കൺഫ്യൂഷൻ എനിക്കും കൺഫ്യൂഷൻ ഇട്ടാ പോവാതെ നിൽക്കാനും പറ്റില്ല ഇവിടെ നിൽക്കാനും അധികം കയ്യില്ല വിട്ടിട്ട് നിൽക്കാനും മനസ്സിലായിരുന്നില്ല അതൊരു സിറ്റുവേഷന് പിന്നെ ഈ ചെക്കനും എൻ്റെ ഇക്ക ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് കേട്ടോ അയ്യാനും ഇക്ക എന്ത് ഭയങ്കരമായിട്ട് മുമ്പ് എൻ്റെ ഒക്കെ കോളാക്കിയിട്ട് വരുമ്പോൾ അച്ചു അയ്യാനും എൻ്റെയൊക്കെ ബേരോ മോളെ എന്നല്ല ചോദിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ബേരുപ്പ ഫസ്റ്റ് 1 ഡേ കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും വയ്യ സെറ്റാവും എന്നല്ല പറഞ്ഞിട്ട് ഇപ്പം ഉണ്ടല്ലോ അയ്യാനിക്ക് ഇക്ക ഇല്ലാതെ പറ്റിയില്ല ഇക്കക്ക് അയ്യാനില്ലാതെ പറ്റിയില്ല കേട്ടോ അത്രയും ടച്ച് മുമ്പ് ഒരിക്കൽ അങ്ങനെ തന്നെ ഇക്ക ലാസ്റ്റ് വന്നിട്ടാകുമ്പോൾ നാട്ടിൽ വന്നിട്ടാകുമ്പോൾ അതിനിക്ക് അത്ര വലിയ കമ്പനി ഉണ്ടായിട്ട് ചെറുതല്ലേ ഉണ്ടായിന് പക്ഷെ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്തേ ഉറങ്ങും ഇക്കൻ്റെ അടുത്ത് ഉറങ്ങില്ല പോകുന്ന 1 വീക്ക് മുമ്പ് പിന്നെ തുടങ്ങും കേട്ടോ എൻ്റെ മുകളിൽ കടന്നിട്ട് അല്ല ഇക്കാൻ്റെ മുകളിൽ കടന്നിട്ട് ഉറങ്ങാണ് പോകുന്നവരെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഭയങ്കര ഇക്കൊക്കെ ഫീലായിരിക്കും അതന്നെ പറഞ്ഞുകൊണ്ടുണ്ടാവും പിന്നെ ഇപ്പം അതേക്ക് എനിക്ക് ശീലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ വീക്ക് ലാസ്റ്റ് പോകുന്നല്ല അപ്പോൾ ഇന്നലെ മുതൽ എനിക്കെൻ്റെ മുകളിൽ കിടന്നിട്ട് ഉറങ്ങൽ തന്നെ പണി പിന്നെ ഇക്കാൻ്റെ ഓന് മുതലാക്കുന്നത് എൻ്റെ അല്ല എന്ത് പറയല് ഇക്കാൻ്റെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ മുടിയില്ല തിന്നാണെങ്കിൽ തിന്നിപ്പിക്കണമെങ്കിൽ ഇക്ക വെള്ളം കൊടുക്കണമെങ്കിൽ ഇക്ക അങ്ങോട്ട് പോകുന്നില്ല ഇക്ക ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇപ്പോൾ അയ്യന് ബാപ്പൊന്നും വിളിക്കൂ ഇക്കാന്നും വിളിക്കൂ കേട്ടോ ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ചോദിക്കും അമ്മി ഇക്ക കൊടുത്തു ഇക്ക എവിടെ പോയി ഞാൻ പറഞ്ഞു ഇപ്പം വരൂ അപ്പം തുടങ്ങും കരയാൻ ഞാനിനി എവിടെ പോയാലും ഇപ്പോൾ പ്രശ്നമില്ല ഇക്കന് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട് അറ്റാച്ച് ആയിട്ടുണ്ട് കേട്ടോ സോ ഇക്കക്ക് എന്താ പറയുക ഭയങ്കര ബേജാറ് പോകുന്നതായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ അയ്യനെ വിട്ടിട്ട് എങ്ങനെ വെച്ചാൽ നിൽക്കൽ ഓനിക്ക് ബേജാറായില്ലേ ചോദിക്കൽ ഓനിക്ക് ബേജാറായില്ലേന്ന് പക്ഷെ ആൾക്ക് നല്ല ബേജാറുണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മൾ ബാങ്കിൽ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വേഗം പോകാൻ പറ്റില്ല കുറേ ടൈം എടുക്കും അങ്ങനെ ഇരുന്ന് മടുത്തിട്ട എന്താ പറയല് ഉച്ചയ്ക്ക് ഒരു 1-1.5 മണിക്ക് വന്ന് നമ്മൾ പോകുമ്പോഴത്തേക്ക് 6 മണി അങ്ങനെ 5:30 മണിയായിരുന്നു കേട്ടോ ഒരു വസ്തു തിന്നിട്ട് ആ വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതേ കണക്ക് എനിക്ക് കാലുവേദന പിന്നെ വന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടാ ഒരിക്കൽ പെരക്കെത്തിയാൽ മതിയെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനിടയിൽ ആയാനും താഴെ പോയിട്ട് ഇക്കാനൊക്കെ ഒന്ന്
ഒരു ട്രിപ്പ് പോയിട്ട് വരൂട്ടാ ബോൾ വാങ്ങിയിട്ട് വന്ന് അതിനുള്ള ചോക്ലേറ്റ് വാങ്ങി വന്ന് പിന്നെ ഇക്കമ്മല്ല എനിക്കും ചോക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു ഓനിക്ക് കാണാതെ തിന്നോ, ഓനില്ലെങ്കിൽ നിന്നെ തിന്നാൻ പിടിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓനിക്ക് അറിയാം, ഓനിക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് കൊണ്ടുവന്ന മുട്ടായി കഴിച്ച് അത് ഞാൻ കൊടുക്കില്ല. അങ്ങനെ പിന്നെ എന്താ അറിയില്ല, ഒരിക്കൽ ഒരു ബോളും മുട്ടായി എല്ലാം കുറേ കൊണ്ടുവന്ന്. പിന്നെ ഉണ്ടല്ലോ അത് കാലിയപ്പാട് എനിക്ക് ആ ബോൾ കളിച്ചപ്പാട് ഇക്കബ്ബ നമുക്ക് താഴെ പോവാന്നെല്ലാം പറഞ്ഞിട്ട് ഇക്കനെ കുറേ നേരം ഇതാക്കി കൊണ്ടുണ്ടായിട്ടോ. ഇക്ക പോവാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്താ പറയല് ഇക്ക എന്തെല്ലോ പറഞ്ഞിട്ട് ഒപ്പിക്കുന്നുണ്ടായത്. ഭയ ബാക്കിൽ വന്നിട്ട് ബാക്കിൽ ഫോട്ടോസ് അമ്മി ഇത് എന്ത് അത് എന്ത് ലാസ്റ്റ് എന്നോട് നീ എന്ത് ഇതാരി എല്ലാം തുടങ്ങിയിട്ടാ. പിന്നെ എനിക്ക് എന്താ പറയല് എൻ്റെ കൺട്രോൾ പോയി. പിന്നെ എൻ്റെ ബായിലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ടായിന്. അതിനിടയിൽ ഇതാ വീണ്ടും എന്നെ എത്തിച്ചിട്ട് താഴെ പോയിട്ടുണ്ടായിന് കേട്ടാ. അപ്പോഴത്തേക്ക് ഒന്നും തിന്നാത്തത് കൊണ്ട് ഇക്കഥ എൻ്റെ ഫേവറേറ്റ് കല്ലുമ്മക്കായി കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടാ. പിന്നെ ഇക്ക പറഞ്ഞ് രാവിലെ തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. സോ ഇങ്ങനെ എനിക്ക് ഭയങ്കര ടയേർഡായി എന്തെല്ലാം ആവാൻ തുടങ്ങിയിട്ടാ. അപ്പോഴത്തേക്ക് ഇക്ക കല്ലുമ്മക്കായി കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ മുകളിൽ പോയിട്ട് തിന്നാൻ പറ്റിയില്ലല്ലോ ബാങ്കല്ല, അതുകൊണ്ട് താഴേനെ പാർക്കിങ് കിട്ടിയിട്ടുണ്ടായിട്ട് കേട്ടോ. ഒരു സൈഡ് വണ്ടി വെച്ചിട്ട് ഇങ്ങനെ തിന്നിട്ട് വയ്യ പോകുന്നില്ലത് അയ്യനൊരു സൈഡിൽ തിന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ അയ്യനെ തുടങ്ങി അമ്മി ഇത് അതിൽ 3 ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മി, ഇത് ബാപ്പ, അത് പാത്തു എന്നെല്ലാം തുടങ്ങിയിട്ട് അതിലൊരു ഉമ്മ ഉപ്പവും ഒരു കുഞ്ഞ് ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ളൊരു ഫോട്ടോസ്. പിന്നെ എല്ലാവർക്കും ഇത് അമ്മി, ഇത് പാത്തു, ഇത് ബാപ്പ എന്ന് പറയാൻ തുടങ്ങിയിട്ടാ. പിന്നെ അതിൽ തന്നെ കുറച്ച് ABCD എല്ലാം പഠിച്ചുകൊണ്ട് ഓൻ്റെ അത്രയൊക്കെ തന്നെ ഉണ്ടായിന്. അപ്പോഴത്തേക്ക് ആടുന്നുണ്ടായ പേപ്പർ 4 പേപ്പർ ഉണ്ടായിന്. പിന്നെ ഒരു പേപ്പർ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടാ. പിന്നെ സഹിക്കാൻ പറ്റിയിട്ട് ഇക്കാക്കും നമുക്കൊന്ന് കുറേ കരഞ്ഞും പിടിഞ്ഞ് ബാങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന വൈവാട്ടായില്ല കേട്ടോ. അത്രയും ഇടുങ്ങിയത് ഇതെല്ലാം ഇക്കാനൊക്കെ ഇന്ന് മുതലാക്കിയ സാധനം കേട്ടോ. കുറേനുണ്ട്. ഇനി ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നേരെ പേർക്ക് പോട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.